നിത്യതയിൽ നിന്നുള്ള മറ്റു മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ പ്രശ്നം മൂലം കൃത്യമായി ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ വീഡിയോയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് സ്റ്റേജ് പെർഫോമൻസും ഒക്കെ കാണിക്കുന്ന ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് വരും. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം വളരെ വിശദമായ വ്യക്തമായ പെർഫോമൻസ് ഒക്കെയുള്ള വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത് താൽക്കാലികമായി ആ സാഹചര്യത്തിൽ ഒന്നെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസത്തിൽ 2.5 മണിക്കൂർ മേക്കപ്പ് വൈകിയത് കൊണ്ടും വരാൻ ലേറ്റായത് കൊണ്ടും ഇങ്ങനെയൊക്കെ അത്രത്തോളം ഒരു സംവിധാനം ഏർപ്പെടുത്തിയാണ് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തെടുത്തത്. പക്ഷേ അതിനുശേഷം, അതായത് അവതരണം മുതൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം വളരെ വലുതായിരുന്നു. അന്നത്തെ ദിവസത്തെ അനുഭവവും അവരോടുള്ള പ്രകടനത്തിൻ്റെ കാഴ്ചപ്പാടും എല്ലാം അവരെ പഠിപ്പിച്ച അധ്യാപകരായ മക്കളെക്കുറിച്ചുമൊക്കെയായിട്ട് നമ്മുടെ ഓൺലൈൻ ബാച്ചിനോട് ഞാൻ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അതെല്ലാം വളരെയധികം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എത്രയൊക്കെ തിരക്കായിരുന്നെങ്കിലും അത്രയൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ശരി, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എത്രത്തോളം ചിന്തിച്ചോ ഭാവനയിൽ കണ്ടോ അതിലും ഒരിരട്ടി മികച്ചതായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേക്കപ്പ് ആണെങ്കിലും നൃത്ത അവതരണമാണെങ്കിലും വേദിയിൽ നിന്നും ലഭിച്ച അഭിപ്രായമാണെങ്കിലും രംഗപൂജയാണെങ്കിലും അരങ്ങേറ്റമാണെങ്കിലും ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങാണെങ്കിലും എല്ലാം ചിന്തിച്ചതിലും വളരെയധികം മനോഹരമായി മാന്യമായി ഏറ്റവും നന്നായി ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു.